ഇവിടെ നല്ല മധുരമുള്ള നല്ല കിടലൻ ടേസ്റ്റുള്ള മാങ്ങിൻ്റെ ഒരു മാവുണ്ട്. ചേച്ചി അപ്ലോഡ് ചെയ്ത് ആപ്പ് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഇത് കേട്ടിട്ട് എന്തല്ലോ പോലെ തോന്നുന്നു. പറയുന്ന കാര്യമല്ല പ്രശ്നം, ടോണ് കേട്ടിട്ടാ എന്തോ പോലെ തോന്നുന്നു. മാങ്ങേന്റെ കാര്യം തന്നെയല്ല പറയുന്നത്. കേട്ടിട്ട് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറയും പോലെ ഉണ്ട്. ഇതിലൊരു ബീജമിന്റെ കുറവും കൂടി ഇല്ലു. ഇവിടെ നല്ല മധുരമുള്ള നല്ല കിടലൻ ടേസ്റ്റുള്ള മാങ്ങിൻ്റെ ഒരു മാവുണ്ട്. ആദ്യത്തെ ട്രിപ്പിൽ ഒരു 10-30 മാങ്ങ പഴുത്തത് കിട്ടും. ഓക്കെ, അത് ശരി, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. പിന്നെ ഒരു 1.5 മാസത്തെ ഗ്യാപ്പിലാണ് അടുത്ത ട്രിപ്പ് മാങ്ങ പഴുത്ത് വീഴാം. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. സോറി ഗൈസ്, പറയാൻ ഡയലോഗൊന്നുമില്ല. മക്കളെ ചേച്ചി വേറെ മൂട്ടില്ല. എനിക്ക് നിങ്ങളോട് മര്യാദക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയണം. പക്ഷെ ഞാൻ ഇതുപോലെ പറഞ്ഞാലോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ചേച്ചിനെ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞാലോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും ഗൈസ്? ഇതിനെന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ എല്ലാം തൂറി മെഴുകുന്നത്? ഇതെല്ലാം കണ്ട് ലൈക്ക് അടിക്കാൻ കുറെ വാണങ്ങളും. അതിപ്പോ മനുഷ്യന്മാരുടെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല, നാളെ കണ്ടവരെ മറ്റന്നാൾ കാണില്ല. ഇന്ന് ചിലപ്പോ നമ്മൾ ആരും കണ്ടെന്ന് വരില്ല. ഒരു അവാർഡ് തരട്ടെ, ഞാൻ വേണ്ടാന്ന് മാത്രം പറയാൻ പാടില്ല. ഒരു ഗോൾഡ് മെഡൽ ഞാൻ തരും, അതും കാപ്പി കളർ. എന്താ അഭിനയം! ഒരു മഞ്ഞ കളർ ഓസ്കാർ ഞാൻ തരുന്നുണ്ട്. ജീവനോടെ ഉണ്ടോന്നല്ലേ ചോദിച്ചത്. അതിന് ഇങ്ങനെ സെന്റ് അടിക്കേണ്ട ആവശ്യം എന്താന്നില്ലത്. കാലം എങ്ങനെയാണേ, എന്താ എപ്പോഴെങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ജീവനോടെ ഉണ്ട്. ഇനിയിപ്പോ നാളെ എന്താണ്ടാവാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നോട് ആൾക്കാർ ചോദിക്കലുണ്ട് നിന്റെ അടുത്ത വീഡിയോ എപ്പോ വരുന്നത്. ഞാനിങ്ങനെ പറഞ്ഞ ലാസ്റ്റ് ആലോചിച്ച് നോക്കുക, അതിപ്പോ മനുഷ്യന്മാരെ കാര്യല്ലേ, എപ്പ ചാവുന്ന ആർക്കും അറിയില്ലല്ലോ. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ റിയാക്ഷൻ എന്തായിരിക്കും കഴിയും? അതൊന്നും പോരായിട്ട് ഇവിടെ ക്യൂട്ട്നെസ് തൂറി മെഴുകലും കൂടി നമ്മൾ കാണണം. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല, നാളെ കണ്ടവരെ മറ്റന്നാൾ കാണില്ല. വയലാർ അഭിനയിക്കോ ഇതുപോലെ? ഞങ്ങൾക്കും അറിയാം, നിനക്കും അറിയാം, നീ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വരെ. പിന്നെ എന്തിനാന്ന് ആരെ കാണിക്കാനാണ്? ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും അമ്മമാരെന്നെ വന്ന് തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. കമന്റ് ബോക്സ് മൊത്തം അമ്മമാരാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ പെണ്ണിന്റെ വെല്ലുപ്പാന്റെ പ്രായമുണ്ട്, എന്നിട്ടാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. എന്റെ ഒരു ഐശ്വര്യം നിന്നെ കാണാൻ. മൂക്കില് പല്ല് മുളച്ചവനാ ഇങ്ങനെ വന്നിട്ട് പറയുന്നത്. ഇവന്റെ പ്രൊഫൈൽ എടുത്താൽ കാണാം പെൻഷൻ പൈസ വാങ്ങാൻ പോകുന്നവനാ ഇവൻ. പൊന്നുനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പറയിപ്പിക്കണ്ടെന്നെ കൊണ്ട് പറയാം. അമ്മമാരെ ദയവ് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ കുറെ അപരാധങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ക്യൂട്ടാനേ സുന്ദരിയാനേ എന്ന് പോയി കമന്റ് ഇടാനും എന്നിട്ട് അതിന്റെ ക്യൂട്ട്നെസ് ഒലിപ്പിക്കലും നമ്മൾ കണ്ടോണ്ടിരിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇങ്ങനത്തെ ഫീഡ് സജസ്റ്റ് ചെയ്യുന്നത്. കുറച്ചു കാലം എന്റെ ഫീഡ് കാർസിന്റെ ബാക്കിലായിരിക്കും, കുറച്ചു കാലം എന്റെ ഫീഡ് ബോക്സിങ് ഫൈറ്റിംഗ് അതിന്റെ ബാക്കിലായിരിക്കും, ജിമ്മിന്റെ വീഡിയോസ് ആയിരിക്കും എന്റെ ഫീഡിൽ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ക്യൂട്ട്നെസ് തൂർമ എഴുതുന്ന കുറച്ച് അപരാധങ്ങൾ. നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു വിട്ടാലും ഇതൊന്നും പോവില്ല. തൊലി തൊലി വളി വളിക്കും നീ. കുറച്ച് തൊലി ഉരിച്ച് തരട്ടെ ഞാൻ അങ്ങോട്ട്. കുറച്ച് തൊലി ഉണ്ട കെട്ടി ഞാൻ തരട്ടെ. തൊലി ഉരിഞ്ഞുപോയി, കുറച്ച് കറി വെച്ച് തിന്ന് നിന്റെ ചേട്ടായിക്കും കൂടി കൊടുക്ക്. തൊലി ഉരിഞ്ഞുപോയി, ഞാൻ പാർസൽ ചെയ്ത് അയച്ചു തരാം. എന്തുകൊണ്ട് ടിക്ടോക്ക് ബാൻ ചെയ്ത് നന്നായി. എന്റെ ദൈവമേ, ഇതെല്ലാം ആ കാലത്ത് ആരടെ കണ്ടോടുന്നത്. എന്നാൽ ഇതിനെങ്ങനെ ഇത്ര തൊലിക്കട്ടി? ഇതിന്റെ പകുതി തൊലിക്കട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ജീവിതം എപ്പോഴേ രക്ഷപ്പെടുന്ന അറിയാം. ഇതിന്റെ പകുതി കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ലാസ്റ്റ് ഒരു കൊണച്ച കിളിയും കണ്ടില്ലേ തൊലി. മുദ്ര ശ്രദ്ധിക്കണം. ഇത് തൂറാമ്പുമ്പോ ചെയ്യുന്നത്, ഇത് വളിവിടാമ്പുമ്പോ ചെയ്യുന്നത്. മനസ്സിലാകുന്നില്ല അതിന് മാത്രം എന്നാ ഇതിലില്ലത്. സമ്മതിച്ചു മസിലുണ്ട്, പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ തൂറി മെഴുകുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ വികാരജീവി ആവുന്നത്? എന്നെക്കാളും വയസ്സിന് മൂത്തോണ്ട് പറയാൻ ദയവ് ചെയ്ത് കുറച്ച് ഉടുപ്പ് കാണിക്കും. ഇത് കണ്ടിട്ട് എന്താ തൂറാമുട്ടിയ പോലെ തോന്നുന്നത്. മുഖത്ത് എന്തിനാണ് നീ ഇങ്ങനെ ക്യൂട്ട്നെസ് തൂറി മെഴുകുന്നത്? ഞാൻ റിഗ്രറ്റ് അടിക്കുന്ന ഇപ്പോഴും. എന്തിനാണ് ഞാൻ 350 മാസം റീചാർജ് ചെയ്യുന്നത്? നീങ്കാരൻ പണ്ടാരക്കാരൻ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നത് ഗൈസ്. മത്തി അയിലാന്ന് വിളിക്കുന്നത്. എന്തിനാണ് മാസം ഞാൻ 300 വെച്ച് റീചാർജ് ചെയ്യുന്നത്? ആ 300 രൂപ ഉണ്ടെങ്കിൽ എത്ര ഏത്തപ്പഴം വാങ്ങി കഴിക്കാം, എത്ര അവലോസ് ഉണ്ടോ വാങ്ങി കഴിക്കാം, എത്ര ഗ്ലൂക്കോസ് പൊടി വാങ്ങി കഴിക്കാം. ക്യൂട്ട്നെസ് വാ. നേരത്തെ കോപ്രായം കാണിച്ച് ക്യൂട്ട്നെസ് ഒളിപ്പിച്ചാൽ ഇപ്പം വായി വളർന്ന് ക്യൂട്ട്നെസ് വാ.
മുദ്ര ശ്രദ്ധിച്ചാ ഗൈസ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഇപ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ വായി തുറന്ന് പല്ല് കാണിക്കും. വാ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്, കിടലൻ തന്നെ ക്യൂട്ട്നെസ്, പൊളി പൊളി പൊളി. കുക്കിംഗ് അല്ല ഇത് കണ്ടിട്ട് എന്തോ തൂറാമുട്ടിയ പോലെ തോന്നുന്നു എനിക്ക്. നീ ഓക്കെ അല്ലേ? തലക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഡമ്പലാമരെ തലക്ക് വീണു. അല്ല നിന്റെ കോപ്രായം കണ്ട് നിന്റെ കോച്ച് വെറുത്ത് നിന്റെ തലക്കടിച്ച. വർക്കൗട്ട് ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും കൂടി ചെയ്യും. മനസ്സിലാകുന്നില്ല എന്ത് കണ്ടിട്ടാണ് ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നത്. വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലക്കെന്തോ കുഴപ്പമുണ്ട്. എന്തിനാണ് ഇങ്ങനെ വികാരജീവി ആവുന്നത്? കണ്ടിച്ച് പേടിയാവുന്നത്. ഇതാണ് പുല്ലുവെട്ടി യന്ത്രം ട്രെൻഡ്. പുല്ലുവെട്ടി. ചേച്ചി ലിഫ്റ്റിക്ക് ലാഭിക്കാനാണോ സൂപ്പർ ഗ്ലൂ ഇട്ട് ചുണ്ടിലൊട്ടിച്ച് വെച്ചത്? ഹാൻഡ്സ് വെച്ചുള്ള ക്യൂട്ട്നെസ് കാണിച്ചിട്ടുണ്ട്. ഇത് വെറൈറ്റി ക്യൂട്ട്നെസ് ആയി പോയി. ഇതാകുമ്പോൾ ബഡ്ജറ്റ് കുറക്കാനുള്ള ഒരു നിഞ്ച ടെക്നിക്കായി. വായി സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന ടെക്നിക്ക്. ഇതാകുമ്പോൾ ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകലും ആവും. ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. ലിഫ്റ്റിക്ക് വളകി പോകില്ല. കിടിലൻ തന്നെ ചേച്ചി, കിടിലൻ. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് വ്യൂവേഴ്സ് ഇതിന് ലൈക്ക് കൊടുക്കുന്നത്. കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഞാനടക്കം. ഇവിടെ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, ഇരുന്ന് കൊണയടിക്കുന്നു, തൊണ്ടവേദന എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ലൈക്ക് കിട്ടുന്നുണ്ടോ, സബ്സ്ക്രൈബ് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ക്യൂട്ട്നെസ് ഒലിപ്പിക്കുന്ന മാത്രം ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ടീമുണ്ട്. ഇവർക്ക് ജീവിക്കണമെങ്കിൽ തന്നെ വേണം 5-10 കിലോ ക്യൂട്ട്നെസ്. അല്ല ഇത് ക്യാമറ ഓണാകുമ്പോൾ മാത്രം ഇങ്ങനെ ക്യൂട്ട്നെസ് സ്റ്റോറി മേടിക്കുന്നത്. ഐ ക്യാൻ റിയാക്ട്. നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം ഗൈസ്. ആട്ടി കഴിഞ്ഞു പുല്ലുവട്ടൽ. അതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആരും കുറ്റം പറയാൻ പാടില്ല. ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല. വർഷം 2060. അച്ഛാ ഈ ചേച്ചി ആരാ? ഞാൻ ചോദിക്കട്ടെ, 2025 ഈ ചേച്ചി ആരാ? ഈ മാച്ചി ആരാ? എനക്ക് അറിയില്ല. അറിയാത്തോണ്ടാ ചോദിക്കുന്നത്. നീ ആരാ? സിനിമ നടിയാ നീ? അല്ല നീ ആരാ? ഫേമസ് യൂട്യൂബർ ആണ് നീ? എന്ത് മിസ്റ്റർ ബീസ്റ്റ് ആ നീ? നിന്നെ അറിയാൻ വേണ്ടി വെറുതെ ഏതോ ഒരു ഫോട്ടോ കൊണ്ട് വെച്ചിട്ട് അതിന്റെ മേലെ എഴുതി വെക്കുന്ന അച്ഛാ ഇത് ആരാന്ന്? 2025 വർഷം. ഞങ്ങളെന്ത് പറയാനാന്ന്? ഏതോ വേട്ടാവളിയെത്തിന്ന് ഞാൻ പറയട്ടെ. കഴിവ് കൂടിപ്പോയ കുഴപ്പമായി. അറിയില്ല എന്തെന്നാന്ന്. കുഞ്ഞു കുറച്ച് വലുതായിക്കോട്ടെ, നിന്റെ അണ്ണാക്കിൽ വളിവിട്ട് തരും. ആ കുഞ്ഞിക്ക് നിന്നെക്കാളും ബുദ്ധിയുണ്ടെന്ന് എൻ്റെ ഒരു നിഗമനം. ഡാൻസ് വെച്ച് ക്യൂട്ട്നെസ് ഒലിപ്പിക്കുന്ന ചേച്ചി വന്നല്ലോ. അവന് പുതിയൊരു അഭിഹിതമുണ്ട്. അത് ഞാൻ നിങ്ങളെ എല്ലാരെയും കാണിച്ചു തരാം. ഒരു പെണ്ണുമായിട്ട് അവൻ കൈ പിടിച്ചു പോണം, ഞാൻ കാണിച്ചു തരാം. സൂപ്പർ കപ്പിൾസ് ഇൻ ദ വേൾഡ്. ചപ്രിയത്തിയും ചപ്രിയനും. അതിന്റെ കൂടെ ഏതോ ഒരു വേട്ടാവളിയനും ഉണ്ട്. എന്നാണ്ടി അല്ലടാ മാങ്ങാൻ. നാടിന്റെ താടിയും വൈക്കോലും മുടിയും കൊണ്ട് ഓർഡർ ചപ്രി തല. മാങ്ങ ജ്യൂസ് വിത്ത് ഷുഗർ ടീ. അതെന്ത് സാധനം? അല്ല നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പോയപ്പാ? അല്ല ബുദ്ധി വളർച്ച കുറഞ്ഞതാ? അല്ല ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകാൻ വേണ്ടി ചെയ്തതാണോ? പക്ഷേ ഞാൻ മനസ്സിലായില്ല കേട്ടോ. വാവ് ചേച്ചി, അടിപൊളി ചേച്ചി. ക്യൂട്ട്നെസ് അടിപൊളി. വാവ്. അതെന്താ ഇപ്പൊ കാണിച്ചത്? എന്താ കഴുത്തൊടിഞ്ഞ നിന്റെ? പടക്കം പോയപ്പോ എന്താ നിന്റെ കഴുത്തും കൂടി കൊണ്ടുപോയാ മേലോട്ട്? തങ്ങഞ്ചാട്ടാ ഓടിവാ തങ്ങഞ്ചാട്ടാ. വീടെടുത്തന്നെ അടിയിട്ട് പൈസ ഉണ്ടാക്കുന്നേ. വാവാ സുരേഷിനെ വിളിക്കേണ്ടി വരുമോ? ഗണലിയ മുറുക്കന പെരുമ്പാമ്പ. എന്താ സാധനം അതിന്റെ അകത്ത്? അല്ലെങ്കിൽ വേണ്ട അനാക്കോണ്ട ആയിരിക്കും. അനാക്കോണ്ട. മോളെ നോക്കിയും കണ്ട് കൈയിടണം. വിഷം ചീറ്റും. ഫെവിക്കോൾ. ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തതെന്ന് വീണ്ടും ഞാൻ വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ എൻജോയ് ചെയ്യണം. നിങ്ങൾ ലൈഫല്ലേ ഒന്നേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ അടിപൊളിയായി. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ലവ് യു ഓൾ. ബൈ ബൈ. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇങ്ങനെ കുറേ അപരാധങ്ങളെ പിടിച്ചുകൊണ്ട് ഞാൻ വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരാധം സോഫെക്സിൻ്റെ അവരാധം ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമത്തിൽ എന്നെ പിന്തുടരുക. ഇൻസ്റ്റഗ്രാമത്തിൽ നിങ്ങൾ എൻ്റെ പിറകെ വരിക. ഞാൻ ഇൻസ്റ്റഗ്രാമത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ടിങ് ടിങ് തങ്ങഞ്ഞാട്ടൻ്റെ ബെല്ലടിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ ബൈ.